അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഇടപെടലുമായി സുപ്രീം കോടതി. ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് റിപ്പോർട്ട് തേടി. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. അതേസമയം ബദരീനാഥ് ക്ഷേത്രക്കൊള്ളക്കേസിൽ പ്രതി പ്രമോദ് നൌട്ടിയലിനെ അറസ്റ്റ് ചെയ്തു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ കേന്ദ്ര സർക്കാർ, ഉത്തർപ്രദേശ് സർക്കാർ, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് എന്നിവർക്കാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത്. അന്വേഷണ പുരോഗതി വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ UP സർക്കാർ രൂപീകരിച്ച SITയോട് കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാർ ആവശ്യപ്പെടുന്ന കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി പരിശോധിക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് നോട്ടീസ് അയക്കുന്നതിനെ സോളിസിറ്റർ ജനറൽ എതിർത്തെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. അടുത്ത തിങ്കളാഴ്ച കോടതി കേസ് വീണ്ടും പരിഗണിക്കും. നിലവിലെ SIT അന്വേഷണം തൃപ്തികരമല്ലെന്നും കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുമാണ് ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്ര ട്രസ്റ്റിന് സംഭാവനയായി ലഭിച്ച സ്വർണം, വെള്ളി ആഭരണങ്ങൾ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും സാമ്പത്തിക ഇടപാടുകളിൽ CAG ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.